ചെറിയ രാജ്യമാണെങ്കിലും ലക്സംബർഗിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നാട്ടിൽ ഇങ്ങനെ ഒരു സെമിട്രി നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഇവിടെ ജോലി ചെയ്യുന്നവരിൽ പകുതിയിലധികവും രാജ്യത്തിന് പുറത്ത് താമസിക്കുന്നു എന്നത് ഒരു അത്ഭുതമാണ്. യൂറോപ്പിലെ ചെറിയ രാജ്യങ്ങളിലൊന്നായ ലക്സംബർഗിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഞ്ഞ് പെയ്യായിരുന്നു. അപ്പോൾ ജർമ്മനിയിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ചെറിയ രാജ്യമാണെങ്കിലും ലക്സംബർഗിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം സൗജന്യമാണ്, തീർത്തും സൗജന്യമാണ്. അത് ട്രെയിനായാലും ബസ്സായാലും മറ്റ് സംവിധാനങ്ങൾ, ട്രാം ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ കാത്തു നിൽക്കുന്നത് ട്രാമിന് വേണ്ടിയാണ്, സിറ്റി സെൻറ്ററിലേക്ക് പോകാൻ വേണ്ടി. ടിക്കറ്റൊന്നുമില്ല, ടിക്കറ്റിന് കാശും കൊടുക്കണ്ട, കയറി നേരെ ഇരിക്കുക, എന്നിട്ട് നമുക്ക് യാത്ര ചെയ്യാം. കഴിഞ്ഞ ദിവസം പെയ്ത മഞ്ഞിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കാണുന്നത്. 2020 മുതലാണ് ലക്സംബർഗ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആക്കി മാറ്റിയത്. ഇവിടെയുള്ള പൗരന്മാർക്ക് മാത്രമല്ല, അയൽ രാജ്യങ്ങളിൽ നിന്ന് ജോലിക്ക് വരുന്നവർക്കും വിസിറ്റ് വിസയിൽ വരുന്നവർക്കുമൊക്കെ ഫ്രീ ആയി യാത്ര ചെയ്യാമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. കാറുകളുടെ എണ്ണം കുറയ്ക്കാനും ട്രാഫിക് ജാം ഒഴിവാക്കാനും വേണ്ടിയാണ് ലക്സംബർഗ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആക്കിയത്. കാർ സ്വന്തമായുള്ളവരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ലക്സംബർഗ്. 1000 പേരിൽ 700 പേർക്ക് ഇവിടെ കാറുണ്ട്. കാറുകളുടെ എണ്ണം ഇപ്പോഴും കുറഞ്ഞിട്ടില്ലെങ്കിലും സിറ്റിക്കകത്ത് കാർ ഉപയോഗിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഒരു സെമിട്രിയാണ് ഇവിടെ കാണുന്നത്, അതുകൊണ്ട് ഇവിടെ ഇറങ്ങാൻ പോവുകയാണ്. യാത്ര ഫ്രീ ആയതുകൊണ്ട് മുമ്പുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ടിക്കറ്റ് നഷ്ടമാകുമെന്ന പ്രശ്നം ഇവിടെയില്ല. പല രാജ്യങ്ങളിലെയും സെമിട്രി വിസിറ്റ് ചെയ്തുകൊണ്ട് എവിടെ പോയാലും അവിടെ കയറാറുണ്ട്. ഇങ്ങനെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഒരു സെമിട്രി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അകത്ത് ഒരാൾ ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അയാളോട് സംസാരിക്കാൻ പോവുകയാണ്. Yes, we have very beautiful statues in the cemeteries. Here you have beautiful statues in Luxembourg, which are really sacred themes, with very Christian. In Paris, in Père Lachaise, you would have statues which would be more diverse statues made by artists, statues representing musicians, statues representing people, and not necessarily statues with a cross or with angels. Yeah. Thank you so much, and it's nice meeting you. ഫ്രഞ്ചുകാരൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ പ്രതിമകളൊക്കെ മതചിഹ്നങ്ങളാണ്. എന്നാൽ മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലും നമുക്ക് 2 തരം സ്റ്റാച്യൂസ് കാണാൻ കഴിയും. മതചിഹ്നങ്ങളായിട്ടുള്ള പ്രതിമകളുണ്ടാകും, എന്നാൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള പ്രതിമകളും നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ സ്നോ കാണാൻ നല്ല രസമുണ്ട്. നോക്കുന്നു, പഞ്ഞി പോലെയുണ്ട്. ലക്സംബർഗിലെ അറിയപ്പെടുന്ന മ്യൂസിക് കമ്പോസറായിരുന്ന J.A. സിന്നൻ്റെ കല്ലറയാണിത്. ഇതിലെ ഡേറ്റ് നിങ്ങൾ കണ്ടോ? 1898 മരണം.
അതായത് 1.5 നൂറ്റാണ്ട് മുമ്പ്. ലക്സംബർഗിൻ്റെ ദേശീയ ഗാനം ഇദ്ദേഹം കമ്പോസ് ചെയ്തതാണ്. നാട്ടിൽ ഇങ്ങനെ ഒരു സെമിറ്ററി നമുക്ക് കാണാൻ കഴിയില്ല. നാട്ടിലെ ക്രിസ്ത്യൻ സെമിറ്ററികളിലും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ അടക്കം ചെയ്ത സെമിറ്ററിയാണിത്. രാഷ്ട്രീയ നേതാക്കൾ മുതൽ കലാസാഹിത്യ രംഗത്തുള്ളവർ വരെ അതിൽപ്പെടും. മഞ്ഞിന് പുറമെ ഇലകൾ പൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, പിന്നെ സൂര്യൻ, ഇതെല്ലാം കൂടി ഇവിടുത്തെ ഒരു മൂഡ് എന്താണെന്ന് നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാക്കുന്നുണ്ടാവും. ഈ രാജ്യത്ത് വരുന്ന ആർക്കെങ്കിലും ഇവിടെ സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടത്തേക്കുള്ള ബസ് സ്റ്റോപ്പ്. ഇവിടെ ട്രാമും ബസ്സുമൊക്കെ ഭയങ്കര കളർഫുള്ളാണ് എന്നതാണ് വേറൊരു പ്രത്യേകത. നമുക്ക് ഒരുപാട് രാജ്യക്കാരെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ജനസംഖ്യയുടെ പകുതിയിലധികവും പുറത്തു നിന്നുള്ളവരാണ്. ഗൾഫിലെ കൊച്ചു രാജ്യമായ ബഹ്റൈനിൽ താമസിക്കുന്ന എനിക്ക് അതൊരു അത്ഭുതമല്ല. എന്നാൽ ഇവിടെ ജോലി ചെയ്യുന്നവരിൽ പകുതിയിലധികവും രാജ്യത്തിന് പുറത്ത് താമസിക്കുന്നു എന്നത് ഒരു അത്ഭുതമാണ്. ഫ്രാൻസിലും ജർമ്മനിയിലും ബെൽജിയത്തിലുമൊക്കെ താമസിച്ചാണ്, അതായത് അതിർത്തി രാജ്യങ്ങളിൽ താമസിച്ചാണ് അവർ ദിവസവും ഇവിടെ ജോലിക്ക് വരുന്നത്. സാലറി കൂടുതലാണെങ്കിലും താമസ ചെലവ് കൂടുതലായതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. 3800 യൂറോയാണ് ഇവിടുത്തെ മിനിമം സാലറി. ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് 5000 യൂറോയാണ്. പക്ഷേ ഒറ്റ മുറിയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിന് മിനിമം 2000 യൂറോ വാടക കൊടുക്കണം. അതുകൊണ്ടാണ് ആളുകൾ അയൽരാജ്യങ്ങളിൽ താമസിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങനെ വരുന്നവർ കാറിൽ വരുന്നത് ഒഴിവാക്കാൻ കൂടിയാണ് ലക്സംബർഗ് ട്രാൻസ്പോർട്ട് ഫ്രീ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്നുള്ള ട്രെയിൻസ്, അതായത് ലക്സംബർഗിനകത്തുള്ള ട്രെയിൻ സർവീസൊക്കെ ഫ്രീ ആണ്. ഓക്കെ, അതേസമയത്ത് നമ്മൾ ബോർഡർ കിടക്കുമ്പോൾ അതിന് അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ജർമ്മനിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ലക്സംബർഗ് ബോർഡർ മുതൽ ജർമ്മനിയിലേക്കുള്ള ഫീ നമ്മൾ കൊടുക്കണം, ട്രെയിൻ ഫീ കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ടിക്കറ്റ് എടുത്തിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ളത്. ഈ ടിക്കറ്റിനകത്ത് ഇവിടെ നിന്നുള്ള ട്രെയിനിൻ്റെ സമയം കൊടുത്തിട്ടില്ല. കാരണം ഇവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും പോകാം, അതുകൊണ്ട് അവർ ടൈം കൊടുത്തിരുന്നില്ല. പക്ഷേ നമുക്കതിൻ്റെ ബോർഡറിൽ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ, ജർമ്മനിയിലേക്ക് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോകണമെങ്കിൽ അതിൽ റിസർവ് ചെയ്ത ട്രെയിൻ തന്നെ പോകണം. അങ്ങനെയുള്ള ടിക്കറ്റാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ സമയം അറിയാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ ഇതാണ് ലക്സംബർഗ് ട്രെയിൻ കമ്പനിയുടെ സ്റ്റേഷൻ. CFL എന്ന് എഴുതിയത് കാണാൻ പറ്റും. ഇവിടുത്തെ യാത്ര ഫ്രീ ആണെങ്കിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും അതുപോലെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനൊക്കെയാണ് ഇവിടുത്തെ ഈ റിസർവേഷൻ സെൻറ്ററിൽ ആളുകൾ വരുന്നത്.